കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ സ്വാഗതം സ്വാഗതം. ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് ഹമാം പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3. അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടി കഴിയുകയാണ്. ഇനി നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രധാനമായും ഒരു കാര്യം അറിയിക്കണം. ഇത്തവണ ബിഗ് ബോസ് സീസൺ 3യുടെ ഗ്രാൻഡ് ഫിനാലെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിച്ചു. ഇത്തവണ ബിഗ് ബോസ് സീസൺ 3യുടെ ഗ്രാൻഡ് ഫിനാലെ അല്പം മുന്നോട്ടേക്ക് വരികയാണ്. അതെ, 45-ാം ദിവസം, 50-ാം ദിവസമല്ല, 45-ാം ദിവസമാണ് ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ ഇനി 3 വീക്കുകൾ, 3 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിർത്തുക. അന്തിമ വിജയ് ആരാകണമെന്ന് തീരുമാനിക്കേണ്ട എല്ലാവിധ ഉത്തരവാദിത്വവും നിങ്ങൾ പ്രേക്ഷകർക്ക് മാത്രമാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ മണി വീക്ക് നടന്നു. പണപ്പെട്ടിയുമായി ഗ്രാനി പിൻവാതിലിലൂടെ ഷോയോടും വീടിനോടും വിട പറഞ്ഞ് പുറത്തേക്ക് പോയി. ഈ സീസണിന്റെ മറ്റൊരു ഡിഫറൻറ്റ് ആണ്. കാരണം പണപ്പെട്ടി എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാതെ വീടിനോടും ഷോയിനോടും ഒരാൾ വിട പറയുന്നത്. പക്ഷെ ഇന്നത്തെ എവിക്ഷൻ പ്രോസസ്സിലൂടെയും ഒരാൾ ഈ വീടിനോടും ഷോയിനോടും വിട പറയുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 3യുടെ 2ാമത്തെ ഡബിൾ എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ബിഗ് ബോസിന്റെ ഓരോ സീസണും ആരംഭിക്കുമ്പോൾ അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവും. ഈ സീസണിൽ 2ാമത്തെ തവണയാണ് ഡബിൾ എവിക്ഷൻ നടക്കുന്നത്. ആദ്യം ചിങ്ങവും മാഷയും ഈ വീടിനോട് യാത്ര പറഞ്ഞു. ഇന്നിനി ആരാണ് ഈ നോമിനേഷനിലൂടെ പുറത്തേക്ക് പോകുന്നത് എന്നറിയില്ല. എന്തായാലും നമുക്ക് വീട്ടിനകത്തേക്ക് പോയി അവരേക്ക് ഒന്ന് കാണാമല്ലേ. ദിനേശ, വാ മോനെ. സ്വാഗതം സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിയുകയാണ് ഇവിടെ. എന്തായാലും ആഴ്ചകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മത്സരാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച മുഴുവൻ മണി വീക്ക് ഒരാൾ പണപ്പെട്ടിയും എടുത്തോണ്ട് പോയല്ലേ. ഓക്കെ, ഇനിയുള്ള 7 പേർ, ഈ 7 പേർ 6 പേരായി മാറും. ഇനി ആരാണ് ഈ ഒരു എവിക്ഷനിലൂടെ ഇപ്പൊ പുറത്തേക്ക് വരിക എന്നത് അറിയില്ല. എന്തായാലും മാസുസാക്ക, കനിഷ്ക് 2 പേർക്കും ഒരു ലാസ്റ്റ് വാർണിംഗ് തരികയാണ് ഞാൻ. മാസുസാക്ക, സ്വന്തം തീരുമാനം എടുക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥികൾക്കുമുണ്ട്. അത് നിങ്ങളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ കണ്ടാൽ ഓൺ ദ സ്പോട്ട് ഷോയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ആൻഡ് കനീഷ്ക്, നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അത്ര വലിയ മോശമായ കാര്യമൊന്നുമല്ല നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടും 2 ഇരട്ടിയോളം മാസുസാക്ക പറഞ്ഞതെന്ന് നിങ്ങൾ വാദിച്ചു. അതിൽ 100-ൽ 99% ശരിയാണെന്ന് ഈ ഞാനും പുറത്തിരിക്കുന്ന പ്രേക്ഷകരും കരുതുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നോമിനേഷനിലേക്ക് തന്നെ കിടക്കാല്ലേ. ഓക്കെ, ബിഗ് ബോസ് ആ BGM ഒന്നിട്ടെ. ഇവിടെ കുറച്ച് ടെൻഷനാക്കി വിടണം. ഓക്കെ, ഇതിപ്പോ 3-4 പേരൊന്നല്ല, എല്ലാവരും നോമിനേഷൻ ഉണ്ടല്ലോ. ഓക്കെ, കോമണർ കണ്ടസ്റ്റന്റായ അദിൽഷ, എന്താണ് ഒരു ടെൻഷൻ പോലെ? എന്നാ ടെൻഷൻ ഒന്നും വേണ്ട, നിങ്ങൾ സേവ് ഇട്ടാണ്. ഓക്കെ, ഇനി എല്ലാ നോമിനേഷനും സേവ് ആവുന്ന പോലെ ബണ്ണിയും ഡോഗിരോണും ഒക്കെ ഈ വീക്കും സേവ് ആയി. ഓക്കെ, ഇനി 4 പേരല്ലേ. 4 പേരിൽ 3 പേർ അവിടെ നിൽക്കും, ഒരാൾ എൻ്റെ അടുത്തേക്ക് വരും. കനിഷ്കിന് എന്താ പറയാ, കനിഷ്കും സേവഡ് തന്നെയാണ്. ഇനി 3 പേർ, ഷാർക്കോ, കസാമ, മാസുസാക്ക. 2 പേർ അവിടെ നിൽക്കും, ഒരാൾ ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. പ്രേക്ഷക വിധി പ്രകാരം എവിക്റ്റഡായി പുറത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല, ഷാർക്കോയാണ്. ഷാർക്കോ, എല്ലാവരോടും യാത്ര പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം. മാസുസാക്ക ആൻഡ് കസാമ, നിങ്ങൾ 2 പേരും സേവിട്ടാണ്. അങ്ങനെ വീണ്ടും ഒരു എവിക്ഷനിലൂടെ ബിഗ് ബോസ് സീസൺ 3 ഷോയിനോടും വീടിനോടും വിട പറഞ്ഞ് ഒരു മത്സരാർത്ഥി വരികയാണ്. ലെറ്റ്സ് വെൽക്കം ഷാർക്കോ. ഷാർക്കോ, അഭിനന്ദനങ്ങൾ. 30 ദിവസം ആ വീടിനുള്ളിൽ നിന്നു. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും തുടർന്ന് ഈ ഷോയിലേക്ക് നിങ്ങൾ വേണ്ട എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിയായി അവസരം കിട്ടുമെന്ന്. എന്തായാലും മാക്സിമം എൻ്റെ എഫേർട്ട് ഞാൻ ആ ഷോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലം തന്നെയാണ് ഈ 30 ദിവസവും ഞാൻ അവിടെ നിൽക്കാനുണ്ടായ പ്രധാന കാരണം. ഏറ്റവും കൂടുതൽ വിഷയം എന്തെന്ന് വെച്ചാൽ
ഫൈനലിലേക്ക് എത്താൻ പറ്റിയില്ല എന്നതാണ്. പക്ഷേ അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഇത്രയും ദിവസം ഞാൻ ബിഗ് ബോസ് സീസൺ 3 ഹൗസിൽ നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഷാർക്കോ, പോകാം. ഇനി നമുക്ക് അടുത്ത വീക്കിൽ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.